+2 കംപ്ലീറ്റ് ചെയ്ത 2024 JEE മെയിൻ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ഇന്ത്യൻ നേവിയുടെ ബിടെക് കോഴ്സുകളിൽ അപ്ലൈ ചെയ്യാനുള്ള അവസരമുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് ഈ വീഡിയോയിൽ. അപ്പോൾ ഞാൻ ടൈറ്റിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്, ബിടെക് കോഴ്സസ് ആണ്, ഇന്ത്യൻ നേവിയിലാണ്, ജൂലൈ 2025 സെഷന് വേണ്ടിയാണ്. അപ്പോൾ അതിൽ രജിസ്ട്രേഷൻ എന്ന് തുടങ്ങിയിട്ടാണെന്ന് ചോദിച്ചാൽ ഡിസംബർ 6, 2024 തുടങ്ങി ഡിസംബർ 20, 2024 വരെയാണ് രജിസ്റ്റർ ചെയ്യാനുള്ള സമയം. അത് രജിസ്റ്റർ ചെയ്യേണ്ട സൈറ്റ് www.joinindiannavy.gov.in ഈ സൈറ്റിലാണ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി എത്ര സീറ്റിനാണ് എന്ന് ചോദിച്ചാൽ 36 സീറ്റാണ് ഈ കോഴ്സിനുള്ളത്. അതിൽ മാക്സിമം 7 സീറ്റ് പെൺകുട്ടികൾക്കാണ്. ഇനി അതിന്റെ ഏജ് നോക്കുക. ഏജ് എന്താ പറഞ്ഞിരിക്കുന്നത് ചോദിച്ചാൽ 2006 ജനുവരി 2-ാം തീയതിക്കും 2-ാം തീയതിക്ക് ശേഷവും 2008 ജൂലൈ 1-ാം തീയതിക്ക് മുമ്പും ഈ 2 ഡേറ്റും ഉൾപ്പെടെയാണ് കേട്ടോ. ജനുവരി 2, 2006 ശേഷവും അത് ഉൾപ്പെടെ, ജൂലൈ 1, 2008 ഉൾപ്പെടെ അതിന് മുമ്പും ഈ ഡേറ്റിനുള്ളിൽ വരുന്നവർക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. നിർബന്ധമായിട്ടും അത് ആർക്കായിരിക്കണം? അൺമാരീഡ്, വിവാഹം കഴിഞ്ഞവരായിരിക്കരുത്. ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് +2 പാസ്സായിരിക്കണം. +2 എങ്ങനെയാണ് പാസ്സായി അല്ലെങ്കിൽ മാർക്ക് ഡീറ്റെയിൽ നോക്കാം. 70% മാർക്ക് അഗ്രിഗേറ്റ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിന് 3നും കൂടെ ചേർത്ത് 70% മാർക്ക് ഹയർ സെക്കൻഡറിയിൽ ഉണ്ടാവണം. അതേപോലെ ഇംഗ്ലീഷിന് 50% മാർക്ക് ഉണ്ടാവണം. അത് 10th-ലോ +2-ലോ ഉണ്ടായാൽ മതി. ഹയർ സെക്കൻഡറിക്കാണ് ഈ 70% മാർക്ക്. ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഇതിന് 3നും കൂടെ ചേർത്ത് 70% മാർക്ക് വേണം. എന്നാൽ ഇംഗ്ലീഷിന് 50% മാർക്ക് മതി. അത് +2-ൽ തന്നെ വേണമെന്നില്ല, 10th-ലായാലും മതി. ഇതാണ് ഒരു ക്വാളിഫിക്കേഷൻ. +2-ന്റെ ക്വാളിഫിക്കേഷൻ ഇത്രയും വേണം. ഇനി രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ JEE മെയിൻ 2024 ക്വാളിഫൈ ചെയ്ത കുട്ടിയുമായിരിക്കണം. ഇതാണ് അക്കാഡമിക് എലിജിബിലിറ്റി. ഇനി എങ്ങനെയാണ് സെലക്ഷൻ എന്ന് ചോദിച്ചാൽ സർവീസ് സെലക്ഷൻ ബോർഡ് SSBയുടെ ഇന്റർവ്യൂ ഉണ്ടാവും. അതായത് ഈ 2024 JEE ക്വാളിഫൈ ചെയ്ത ഹയർ സെക്കൻഡറിയിൽ ഈ പറഞ്ഞ എലിജിബിലിറ്റി ഫോളോ ചെയ്യുന്ന കുട്ടികൾ, ഈ പറഞ്ഞ ഡേറ്റിൽ വരുന്ന കുട്ടികൾ അപ്ലൈ ചെയ്യുക. അങ്ങനെ അപ്ലൈ ചെയ്ത കുട്ടികളിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് SSB അഥവാ സർവീസ് സെലക്ഷൻ ബോർഡ് അവരെ ഇന്റർവ്യൂവിന് വിളിക്കും. അവിടെ ഒരു ഇന്റർവ്യൂവും ഉണ്ടാവും. ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ചെക്ക് ചെയ്യുകയും ചെയ്യും. മെഡിക്കലി ഫിറ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെയുള്ളവർക്കാണ് ഇത് കിട്ടുക. അപ്പൊ ഈ ഒരു പ്രൊസീജിയർ കൂടെ ബാക്കിയുണ്ട്. അപ്പൊ ഇതിന് നിങ്ങൾക്ക് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റും ഒക്കെ നേവിയുടേതാണ്. ഇനി ഇതിന്റെ ട്രെയിനിങ് നോക്കുക. കംപ്ലീറ്റ് കോഴ്സ് കംപ്ലീറ്റ് 100% ഫ്രീ ആണ്. അത് നിങ്ങളുടെ കോഴ്സ് ഫീ, ബുക്സ്, യൂണിഫോം ഒക്കെ ഫ്രീ ആണ്. അതും ശ്രദ്ധിക്കുക. ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും ഈ കോഴ്സിന്റെ ഡ്യൂറിങ് ടൈമിൽ വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ വിവാഹം കഴിച്ചാൽ നമ്മൾ ഇതിൽ നിന്ന് ഡിബാർ ആവും. പ്ലസ് നമുക്ക് തന്നിരിക്കുന്ന എല്ലാ ഫ്രീ സർവീസുകളുണ്ടല്ലോ, അത് കോഴ്സ് ഫീ ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ റീഫണ്ട് ചെയ്യുകയും വേണം, തിരിച്ചടയ്ക്കണം. ഓക്കെ, അപ്പൊ അതല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കോഴ്സ് ഫ്രീ ആയി കംപ്ലീറ്റ് ചെയ്യുകയും ചെയ്യാം. ഇനി അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ ടു അപ്ലൈ? ഓൺലൈൻ അപ്ലിക്കേഷൻ മാത്രമാണ്. അപ്പൊ ആ ഓൺലൈൻ അപ്ലിക്കേഷന്റെ സമയത്ത് നിങ്ങളുടെ ഇമെയിൽ കൊടുക്കണം, മൊബൈൽ നമ്പർ കൊടുക്കണം, മറ്റ് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, നിങ്ങളുടെ പേര്, അഡ്രസ്, ഇങ്ങനെയുള്ള സാധനങ്ങൾ സാധാരണ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴത്തേത് പോലെ. ഈ ഇമെയിലും മൊബൈൽ നമ്പറും മാറരുത്. കാരണം നിങ്ങൾക്ക് പിന്നീടുള്ള ഈ SSBയുടെ ബാക്കിയുള്ള എല്ലാ നോട്ടിഫിക്കേഷനും വരിക ഈ മെയിലും അതുപോലെ നമ്പറിലും ആയിരിക്കും. അത് ശ്രദ്ധിക്കണം. പിന്നെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെന്റുകൾ ഏതൊക്കെയാണ്? ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ്, അത് നിങ്ങൾക്ക് 10th സർട്ടിഫിക്കറ്റ് കൊടുക്കാം, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാം. അതേപോലെ മാർക്ക് ഷീറ്റ്, 10th-ന്റെയും +2-ന്റെയും മാർക്ക് ഷീറ്റ് ഉണ്ടാവണം. JEE മെയിന്റെ സ്കോർ കാർഡ് പ്ലസ് റാങ്ക് കാർഡ്, അതായത് സ്കോറും റാങ്കും ഒക്കെ മെൻഷൻ ചെയ്തിരിക്കുന്ന ആ സ്കോർ കാർഡ് ഉണ്ടാവണം. ദെൻ പാസ്പോർട്ട് ഫോട്ടോ. ഇത്രയും സാധനം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് ഞാൻ ഈ പറഞ്ഞ സൈറ്റ് തന്നെയാണ്. അപ്പൊ ഇതിന് ഇത്രയും സീറ്റാണുള്ളത്. അപ്ലൈ ചെയ്യേണ്ടവർക്ക് ചെയ്യാം. 2024 JEE ക്വാളിഫൈ ചെയ്തവർക്കാണ്. അപ്പോൾ ഓൾമോസ്റ്റ് ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിലും, അതായത് ജോയിൻ ഇന്ത്യൻ നേവി എന്നുള്ള സൈറ്റിൽ അവർ കൊടുത്തിരിക്കുന്ന നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി മറ്റെന്തെങ്കിലും അപ്ഡേറ്റ് ഇതിൽ വരികയാണെങ്കിൽ ഞാൻ കമ്മ്യൂണിറ്റിയിൽ ഡീറ്റെയിൽ ഇടാം. കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.